തിരുവനന്തപുരം നഗരസഭയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന വഴിവിട്ട ഇടപാടുകൾ ഓരോന്നായി പൊങ്ങിവരുന്നു. കമലേശ്വരത്തെ നഗരസഭാ കൺവെൻഷൻ സെന്ററിന്റെ കരാർ നൽകിയതിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് ഇഷ്ടക്കാർക്ക് മറിച്ചു നൽകിയെന്ന ഗുരുതര ആരോപണത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേയർ വി രാജേഷ്. കോർപ്പറേഷൻ സെക്രട്ടറി ബിനിയെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നഗരസഭയുടെ ആസ്തികൾ ലേലം ചെയ്യുന്നതും കരാർ നൽകുന്നതും ധനകാര്യ സ്ഥിരം സമിതിയുടെ ചുമതലയാണ്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ സമിതിയിൽ BJPക്കായിരുന്നു ഭൂരിപക്ഷം. ഇത് മറികടക്കാൻ ആര്യ രാജേന്ദ്രനും സംഘവും എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലൂടെ കരാർ ഒപ്പിട്ടുവെന്നാണ് ഭരണപക്ഷ അംഗമായ VG ഗിരികുമാർ ആരോപിക്കുന്നത്. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കൃത്യമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അഴിമതിയുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഫയലുകൾ നീങ്ങിയ വേഗതയാണെന്നാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. സാധാരണ മാസങ്ങളെടുക്കുന്ന നടപടിക്രമങ്ങൾ വെറും മണിക്കൂറുകൾക്കുള്ളിൽ 5 ഉദ്യോഗസ്ഥർ കണ്ട് തീർപ്പാക്കി. എന്നാൽ ഈ ഫയൽ നഗരസഭാ സെക്രട്ടറി കണ്ടിട്ടുമില്ല. നിയമവിരുദ്ധമായ ഈ നീക്കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടന്ന അഴിമതിയുടെ ഒരറ്റം മാത്രമാണിതെന്ന് ഗിരികുമാർ കൗൺസിലിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. നഗരസഭയുടെ ആസ്തികളെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കണമെന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥും ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ വിവരങ്ങൾ, സ്ഥിരം കരാർ നിയമനങ്ങൾ എന്നിവ കൃത്യമായി പ്രസിദ്ധീകരിക്കണം. നഗരസഭയിൽ നടന്ന അനധികൃത നിയമനങ്ങൾ ഓരോന്നായി കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പഴയ ഭരണസമിതിയുടെ കാലത്ത് നടന്ന കത്തയക്കൽ വിവാദം പോലെ പുതിയ കരാർ വിവാദവും ആര്യ രാജേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി മുൻ മേയർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്തായാലും വഴിവിട്ട ഇടപാടുകൾ ഓരോന്നായി പൊങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ കൺവെൻഷൻ സെന്ററിന്റെ കരാർ ആര്യ രാജേന്ദ്രൻ ഇഷ്ടക്കാർക്ക് നൽകിയെന്ന ആരോപണമാണ് ഇപ്പോൾ വി രാജേഷ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരാർ നൽകുന്നതും ധനകാര്യ സ്ഥിരം സമിതിയുടെ ചുമതലയാണ്. എന്നാൽ BJPക്കായിരുന്നു ഭൂരിപക്ഷം കിട്ടിയത്. ഇത് മറികടക്കാൻ ആര്യ രാജേന്ദ്രനും സംഘവും എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലൂടെ കരാർ ഒപ്പിട്ടുവെന്നാണ് ഇപ്പോൾ പ്രധാനമായി ആരോപിക്കപ്പെടുന്നത്. എന്തായാലും അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്.